പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 10-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ ഈ റിവൈവൽ ഫെസ്റ്റിവലിൻ്റെ 2ാമത്തെ ദിവസം കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് ആ കർത്താവ് നടത്തി, എത്ര ശ്രേഷ്ഠകരമായിട്ട് കർത്താവ് നടത്തി. ആ വൻ കൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിന് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് അപ്പാ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് കൈപിടിച്ച് ഞങ്ങൾക്ക് മുമ്പേ നടക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞു തരുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സകല വഴികളിലും ഞങ്ങളെ കാപ്പാൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. തന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവയുണ്ടാക്കിയ ദിവസം ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങൾ ആനന്ദിക്കുന്നു. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. 99-ാം സങ്കീർത്തനം പറയുന്നു, യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. കർത്താവ് കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്ക് മീതെ ഉന്നതനുമാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകളടയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലാണ് ദൈവിക പ്രവൃത്തി നടക്കുന്നത്. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുത്ത് വരുമ്പോൾ കൂടുതൽ സമയം ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കർത്താവിനോട് ചേർന്നിരിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് കൂടുതലായി ദൈവത്തോട് ചേർന്നിരിക്കുക, പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഒരു സ്പർശനം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രോഗികളായി ഇപ്പോൾ ഇരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഏത് രോഗമാണെങ്കിലും തിരുവഴുത്തി പറഞ്ഞു, അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അങ്ങയുടെ അടിപ്പിടരങ്ങൾ ഞങ്ങൾക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ രോഗികൾ കൂട്ടമായി സൗഖ്യമാകട്ടെ. നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യത്തിൻ്റെ ശക്തി തൻ്റെ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പരിപൂർണമായ സ്വസ്ഥതയും സൗഖ്യവും സമാധാനവും പൂർണ്ണ ആരോഗ്യമുള്ള ശരീരവും കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. വേദനകളെല്ലാം ശരീരത്തു നിന്ന് മാറിപ്പോകട്ടെ. ശാരീരികമായ പല വേദനകൾ, പല ഇടങ്ങളിൽ വേദനയാൽ ഭാരപ്പെടുന്നവർ, നിങ്ങൾക്ക് വേദനയുള്ളിടത്തേക്ക് കൈവച്ചാണ്ട് യേശുവിൻ നാമത്തിൽ ആ വേദന കംപ്ലീറ്റായിട്ട് മാറി സ്വസ്ഥമായി നടക്കുവാൻ, ആമേൻ, കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവിൻ്റെ പ്രത്യേക ഫേവർ ഉണ്ടാകുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. താങ്ക് യു. അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു, അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ എല്ലാ ക്യാൻസർ സെല്ലുകളും നിർജീവമായി പോകട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സകല ക്യാൻസർ സെല്ലുകളും നിർജീവമായി പോകട്ടെ. പരിപൂർണ്ണ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകട്ടെ. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുക, എന്നാൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം. അവർ ശരീരത്തിൽ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തിയെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഭവിച്ചറിയട്ടെ. താങ്ക് യു. അതുപോലെ സർജിക്കൽ വൂണ്ടുകൾ ഹീലാകാതിരിക്കുന്നവർ, അവൻ മുറിവുകൾ കരിയാതിരിക്കുന്നവർ, ബെഡ് സോറുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. ആമേൻ. ജോലി സ്ഥലത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. അങ്ങേ അവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവകൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ഇൻ്റർവ്യൂ ഉള്ളവർ, ഇന്ന് പകൽക്കാലം കർത്താവെ ജോലി സംബന്ധമായ ഇൻ്റർവ്യൂ കർത്താവെ ആമേൻ അറ്റൻഡ് ചെയ്യുന്നവർ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് പ്രത്യേക കോൺഫിഡൻസ് കൊടുക്കണം, അവർക്ക് പ്രത്യേക കൃപ കൊടുക്കണം. ഒന്നും പതറിപ്പോകാതെ ആമേൻ, കർത്താവിൻ്റെ പ്രത്യേക കൃപ
തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണം. അങ്ങയുടെ തിരുരക്തത്തിൻ മറവിൽ അവരെ മറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകത്ത് ഒരു ഉണർവുണ്ടാകട്ടെ, വേഗത്തിൽ സഭ വളരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഹീലിംഗ് ആൻഡ് റിവൈവൽ ഫെസ്റ്റിവലിൻ്റെ 2ാമത്തെ ദിവസത്തെ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ച് അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിച്ച് ആത്മാർത്ഥതയോടെ കർത്താവിനെ പിൻപറ്റുന്ന എല്ലാവർക്കും ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. അതായത് നീതി നിമിത്തമുള്ള കഷ്ടം സഹിക്കേണ്ടി വരിക. യേശു ഈ ഭൂമിയിൽ കഷ്ടം സഹിച്ചത് താൻ പാപം ചെയ്തിട്ടല്ല, താൻ പിതാവിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഭൂമിയിലായിരുന്നത് കൊണ്ട് പാപികളായ നമ്മളുടെ പാപത്തെ ചുമക്കുന്ന കഷ്ടമാണ് യേശു ഭൂമിയിലേറ്റത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന വളരെ വളരെ സൗമ്യതയോടും സ്നേഹത്തോടും ദൈവവിശ്വാസത്തോടും ഒക്കെ ജീവിക്കുന്നുവെങ്കിലും പല രീതിയിൽ നമ്മുടെ ലൈഫിൽ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് മുൻകൂട്ടി പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ആമേൻ, അത് സാരമില്ലെന്നാണ് പറയുന്നത്. കാരണം ഞാൻ ഇതിനെയൊക്കെ ജയിച്ചതാണ്. അതുകൊണ്ട് എന്ത് കഷ്ടങ്ങൾ വന്നാലും നമ്മളതിനെ ജയിക്കും. പക്ഷേ നമുക്ക് ആ ഒരു ബോധ്യം വേണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ദൈവവചനം അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പം അത് നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ, ദൈവവചനത്തോടുള്ള സ്നേഹത്തിൽ, ചിലപ്പോൾ ഒരു ഭോഷ്ക്ക് പറയാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കള്ളം പറയാതിരിക്കുമ്പോൾ അവിടെ നമുക്ക് നഷ്ടം വരുന്നുണ്ടാകാം. അതിനെ നമുക്ക് കഷ്ടമെന്ന് പറയാം. പക്ഷേ അത് ദൈവനാമത്തിൽ മഹത്വമായി മാറും. നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ അത് വേണ്ടാന്ന് വെക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊരാൾ കുറേ കാശ് തരാനുണ്ട്. ഈ കാശ് എന്ത് ചെയ്താൽ തരുന്നില്ല. നമ്മളതിന് വഴക്കിന് പോകുന്നില്ല. കാരണം നമ്മൾ വഴക്കിന് പോയാൽ ദൈവനാമം ദുഷിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ദുഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളതിനെ കേസ് കൊടുക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ പോകാതെ നമ്മൾ ആത്മസംയമനം പാലിച്ച് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് താൽക്കാലികമായൊരു നഷ്ടം വരാം, ഒരുപക്ഷെ താൽക്കാലികമായ ക്ഷീണം വരാം. പക്ഷേ നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നീതി നിമിത്തമാണ് കഷ്ടം സഹിക്കുന്നത്. അത് ദൈവരാജ്യത്തിൽ പ്രയോജനമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ അത് ശ്രേഷ്ഠവുമായി തീരും. അതുകൊണ്ട് നമ്മളെപ്പോൾ ഒരാൾ കുറേ പള്ളു പറഞ്ഞു, കുറേ ചീത്ത പറഞ്ഞു, നമ്മൾ ഇല്ലാത്ത അപവാദങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് പറയാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, നമ്മൾ മറുപടി പറയാത്തത് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തിലാണെങ്കിൽ കർത്താവിനത് ബുദ്ധിമുട്ടാണ്. ഞാനത് പറഞ്ഞാൽ അത് കർത്താവിന് വിഷമമാകും, ദൈവരാജ്യത്തിന് നാണക്കേടാകുന്നു, കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ ഓഫീസിലാണെങ്കിലും മിണ്ടാതിരിക്കും, വീട്ടിലാണെങ്കിലും ഞാൻ മിണ്ടാതിരിക്കും, സമൂഹത്തിലാണെങ്കിലും ഞാൻ മിണ്ടാതിരിക്കും. അത് നീതി നിമിഷം കഷ്ടം സഹിക്കുന്ന അതിനൊക്കെ വലിയ പ്രതിഫലം പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് തരും. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയും, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്നുള്ളത് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നെങ്കിൽ അതിനകത്ത് ന്യായമൊന്നുമില്ല. നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ഹല്ലേലൂയ. നമ്മളൊരാൾക്ക് നല്ലൊരു കാര്യം ചെയ്തു കൊടുത്തു, അതിൻ്റെ പേരിൽ നമ്മൾ കഷ്ടം സഹിക്കേണ്ട വന്നാൽ അത് സാരമില്ല, അത് നല്ലതാണ്. ദൈവനാമം മഹത്വത്തിന് കാരണമായി തീരും. 1 പത്രോസിൻ്റെ ലേഖനം 4:14 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. മഹത്വത്തിൻ്റെ ആത്മാവായി ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് സഹിക്കുവാൻ കൃപ തരും, ക്ഷമിക്കുവാൻ കൃപ തരും, കണ്ണടച്ച് കളയാൻ കൃപ തരും, കണ്ടില്ല എന്ന് നടിക്കുവാൻ കൃപ തരും. ചിലപ്പം അവർ നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടെങ്കിലും കേൾക്കാതെ പോകാനുള്ള കൃപ തരും. നമ്മൾ പ്രതികരിക്കുമ്പോഴാണല്ലോ ദോഷങ്ങൾ വരുന്നത്. നമ്മൾ പ്രതികരിക്കുമ്പോഴാണല്ലോ അവിടെ ദൈവനാമം ദുഷിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുഖാന്തരമാകാതെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വേണ്ടുന്നവണ്ണം ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടുന്നതായ കൃപകൾ തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടവരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട്
കഷ്ടം സഹിക്കേണ്ടി വന്നാലും പ്രിയപ്പെട്ടവരെ, ആമേൻ, നിന്ദ സഹിക്കേണ്ട വന്നാലും പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക. ആമേൻ, വലിയ പ്രതിഫലം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കർത്താവിനോടുള്ള സ്നേഹം, അയ്യോ ഞാൻ എൻ്റെ കർത്താവിനത് വിഷമാകും, കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടും എന്നുള്ള ചിന്തയിൽ നമ്മൾ കഷ്ടം സഹിക്കുമ്പോൾ, നിന്ന സഹിക്കുമ്പോൾ ഓർത്തോണം, ദൈവരാജ്യത്തിൽ വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി പറ ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ